വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ കറി വെക്കാൻ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ വെക്കുന്ന പോലെയാണോ നിങ്ങൾ വെക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മുടിയൊക്കെ നന്നായി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പണി ആരംഭിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മൂത്ത വെളിച്ചെണ്ണയിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാനുണ്ടായത് കേട്ടോ. അങ്ങനെ പെരിഞ്ജീരകം പൊട്ടി മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്നു. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാനുണ്ടായത്. 1 കിലോ ചിക്കന് ഞാൻ എടുത്തത് 6 സവാളയാണ് കേട്ടോ. നല്ല മൂത്ത എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായി വഴന്നു വരും. ഉള്ളി നന്നായി ആയി വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എണ്ണ നന്നായി തെളിഞ്ഞു വരുന്നത്. തെളിഞ്ഞ എണ്ണയിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ 3 പച്ചമുളകും കൂടിയും കുറച്ച് വേപ്പിലും കൂടിയും ചേർത്ത് വഴറ്റാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്താം. 2 സ്പൂണ് കശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ സാധാരണ മുളക് പൊടി എരിവുള്ളത്, 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി മറിക്കുമ്പോൾ നന്നായി അടി തട്ടി ഇളക്കി മറിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തീ കുറച്ച് നന്നായി ഇളക്കി ചേർക്കാം. ഇനി ഗ്രേവിക്കും പുളിക്കും ആവശ്യമായിട്ടുള്ള 1 തക്കാളി ഞാൻ നന്നായി സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളം ആവണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അടിത്തട്ടി ഇളക്കാം. അതിനുശേഷം 1.25 സ്പൂൺ ഉപ്പ് ഇപ്പൊ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റ് മെഷർമെന്റ് ആണ്. ഇനി നമ്മൾ കഴുകി വാർത്ത് വെച്ച ചിക്കൻ ഓരോരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ചേർക്കാം. ഇനി നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി അടി തട്ടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നല്ല തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറീനെ ഇടയ്ക്കിടയ്ക്കും തുറന്നു നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ കറിയിലേക്ക് നമ്മൾ മല്ലിയില ഇങ്ങനെ തൂവി കൊടുക്കാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ ഇതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കിയിട്ട് ഒന്നും കൂടി മടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ മല്ലിയിലയുടെ മണമൊക്കെ അതിന്റെ ഉള്ളിൽ നന്നായി കിട്ടും. ഇനി നമ്മുടെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് പൊടിക്കൈയാണ് കേട്ടോ. അവസാനം കുറച്ച് ഗരം മസാല ഇതിന്റെ മുകളിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമായിട്ടുള്ള മല്ലിയില ഇതിന്റെ മുകളിൽ നന്നായി വിതറി കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയും കൂടി ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ഫ്രഷായി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.